ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനും എൻ്റെ അമ്പൂട്ടനും കൂടെ ഒരു സ്ഥലത്ത് പോവുകയാണ്. വാ, പ്രത്യേകിച്ചിട്ട് എവിടെയല്ല, നമ്മളെ വീട്ടിൻ്റെ പരിസരത്ത് തന്നെ. അപ്പോൾ വീടിൻ്റെ പരിസരത്ത് ഇലക്കറി, അമ്പൂട്ടൻ എപ്പം പറയും ഇലക്കറി വെക്കണം. അമ്പൂട്ടന് ഭയങ്കര ഇഷ്ടം ഇലക്കറിയെ. അപ്പോൾ ഇന്ന് ഞാൻ വെക്കുന്ന ഇലക്കറി ചേനേൻ്റെ ഇലയാണ്. ഇത് ആരെങ്കിലും വെച്ചിട്ടുണ്ടോ? ഇത് വെച്ചിട്ടില്ലവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഒരു ചെറിയൊരു ഇളം കയ്പ്പും എല്ലാം ആയിട്ട് നല്ല ടേസ്റ്റാണ് ഈ ചേനേൻ്റെ ഇല വെച്ചാൽ. അതുപോലെ ഇത് എല്ലാവർക്കും അറിയാമല്ലോ, ചേമ്പിൻ്റെ ഇലയാണ്. ഇത് കറി വെക്കുന്നവരുണ്ട്. അതിൻ്റെ തിരി അങ്ങനത്താന്ന് തോന്നുന്നു, തിരി അരിഞ്ഞിട്ട് കുടംപുളിയിൽ ഇട്ടിട്ട് വെക്കുന്ന പറയുന്നേക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ടില്ലേ, ഇതിൻ്റെ തണ്ട് കറി വെക്കും, വറക്കും. നല്ല ടേസ്റ്റാണ് വറവ്. തേങ്ങയെല്ലാം ചിരകിയിട്ട് ഇങ്ങനെ വറക്കാൻ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചേമ്പിൻ്റെ ഇലയൊന്നുമല്ല, ചേനേൻ്റെ ഇലയാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ചേനേൻ്റെ ഇല കറി വെക്കാം. അപ്പോൾ നല്ല ഭംഗിയില്ലേ, പച്ചിലകൾ കാണുമ്പോൾ തന്നെ നമുക്ക് കണ്ണിനൊരു കുളിർമ തന്നെയാണല്ലേ. അപ്പോൾ ഇത് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ടാവും. വളർച്ച മാറിക്കിട്ടും, രക്തക്കുറവ് പരിഹരിക്കാൻ പറ്റും, എല്ലാവിധ അസുഖങ്ങളും നമുക്ക് ഇലക്കറികൾ കൂട്ടുന്നതിലൂടെ മാറ്റാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഡോക്ടർ പറയുന്നത് ഒരു ദിവസമെങ്കിലും നമ്മളെ വീട്ടിൽ മറ്റുള്ള കറികളുടെ കൂടെ തന്നെ ഇലക്കറികൾ ഉൾപ്പെടുത്തണം എന്നാണ് കേട്ടോ. അപ്പോൾ അമ്പൂട്ടൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട്, കട്ടക്ക്. ഓന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇലക്കറികളെല്ലാം. അതുകൊണ്ട് തന്നെ ഓന് ഇഷ്ടം പോലെ ഇലക്കറികൾ കൂട്ടുന്നുണ്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ എനിക്ക് അറിയുന്ന പോലത്തെ രീതിയിൽ ഞാൻ വെക്കുന്നത്, നമ്മൾ വെളിച്ചെണ്ണ ചൂടാന് ശേഷം കടുക് പൊടിച്ച് ഒരു സവാള ഉള്ളതുകൊണ്ട് അത് മുറിച്ചിട്ട് നമ്മൾ പച്ചമുളക് അരിഞ്ഞിട്ട് അതിലേക്ക് ഇല മുറിച്ച് വെച്ചത് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് വേണ്ട ഉപ്പും നമുക്ക് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കുക. അതിനുശേഷം നമ്മൾ തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുത്താൽ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇടണമെന്ന് ഞാൻ പറയലുണ്ട്, പക്ഷേ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഇട്ട് കൊടുക്കേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ഒരു ചെറിയ ഇളം കയ്പോടുകൂടി നല്ല സൂപ്പർ ചേനയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.